കോട്ടയത്തെ സ്വച്ഛമായൊരു നാട്ടിൻപുറത്താണ് ഞങ്ങളുടെ അപ്പു പിറന്നത്. തറവാട്ടുമുറ്റത്തും തൊടിയിലുമായി വാസമുറപ്പിച്ചിരുന്ന അസംഖ്യം കിളികളോടും അണ്ണാൻകുഞ്ഞുങ്ങളോടും പൂവിനോടും പൂമ്പാറ്റയോടും ഒക്കെ കഥ പറഞ്ഞും കൂട്ടുകൂടിയുമാണ് നാട്ടിൻപുറത്തെ മറ്റേതു കുട്ടികളെയും പോലെ അപ്പുവും പിച്ചവെച്ച് തുടങ്ങിയത്. വൈകാതെ ജോലി സംബന്ധമായ സൗകര്യം നോക്കി ഞങ്ങൾ നഗരമധ്യത്തിലെ ഫ്ളാറ്റിലേക്ക് കൂടുമാറി. ഫ്ളാറ്റിന്റെ വടക്കുവശത്തായുള്ള ഇത്തിരി കുഞ്ഞൻ ബാൽക്കണിയോട് ചേർന്ന് നിൽക്കുന്ന ഒട്ടുമാവും അതിനു മീതേക്ക് എത്തി നോക്കുന്ന ഒരു കീർ ആകാശവും മാത്രമായി ക്രമേണ ഞങ്ങൾക്ക് പ്രകൃതി. വീട് വിട്ടു പോന്നതിൽ അപ്പൂനായിരുന്നു ഏറ്റവും വിഷമം. നഗരക്കാഴ്ചകൾ പകരുന്ന നൈമിഷിക കൗതുകങ്ങൾക്കപ്പുറം നാട്ടിൻപുറത്തിന്റെ പച്ചപ്പും കിളിമൊഴികളും അവൻ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കളിക്കിടയിലും ചില നേരങ്ങളിൽ ബാൽക്കണിയിലേക്ക് ചായുന്ന മാവിൻ കൊമ്പിലെ കിളിപ്പേച്ചുകളിലേക്ക് ഒത്തിരി ഇഷ്ടത്തോടെ ഓടിച്ചെല്ലും അവൻ. പക്ഷേ നഗരത്തിലെ കിളികൾ നഗരമനുഷ്യരെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. അകലെ ഇരുന്നുള്ള കളിയും കിന്നാരവുമല്ലാതെ അവരൊരിക്കലും ബാൽക്കണിയിലേക്ക് ഇറങ്ങി വന്നതേയില്ല. മീനച്ചൂട് തിളയ്ക്കുന്നൊരു നട്ടുച്ചയിൽ മാങ്കൊമ്പിലെ ഇത്തിരി തണലിൽ തളർന്നിരിക്കുന്ന വണ്ണാത്തി കിളിയെ നോക്കി അനുതാപത്തോടെ അപ്പു തന്നെയാണ് ആ ആശയം മുന്നോട്ട് വെച്ചത്. നമുക്കാ കിളിക്ക് ഇത്തിരി വെള്ളം കൊടുത്താലോ അമ്മേ? ഐഡിയ ഉഗ്രൻ. പക്ഷേ എങ്ങനെ? ബാൽക്കണിയിലെ കൈവരിയിൽ പനിക്കൂർക്ക നടാനായി വെച്ചിരുന്ന പരന്ന മൺപാത്രം ഉത്തരമായി. വെള്ളം നിറച്ച മൺപാത്രത്തിലേക്ക് ഉറ്റുനോക്കിയിരുന്ന് ഒന്നും രണ്ടുമല്ല 8 or 10 നട്ടുച്ചകൾ കടന്നുപോയി. കൈവരിയിൽ കരുതിവെച്ച തെളിനീരിലേക്ക് ആർത്തിയോടെ ചാഞ്ഞും ചരിഞ്ഞും നോക്കിയതല്ലാതെ ഒരൊറ്റ കിളിമകൾ പോലും അതിനടുത്തേക്ക് വന്നതേയില്ല. ഇതൊക്കെ ചുമ്മാതാപ്പൂ, കിളിയൊന്നും വരാൻ പോണില്ല എന്ന് എന്റെ മടുപ്പിന്റെ സ്വരം ഓതിയെങ്കിലും വരുമായിരിക്കും അമ്മേ, അവർക്ക് അപ്പൂനെ പരിചയമില്ലാത്തത് കൊണ്ടാവുമെന്ന് അപ്പു പ്രതീക്ഷയുടെ മറുമൊഴി ഓതി. അപ്പുവിന്റെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. അതോ കുട്ടികൾ ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരായതുകൊണ്ടാണോ ആവോ? ഒരു വൈകുന്നേരം നഴ്സറിയിൽ നിന്നവനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ കേട്ടു ബാൽക്കണിയിൽ ചിങ്കാര കലവില. ശ്വാസമടക്കി ഞങ്ങൾ ചെന്നു നോക്കുമ്പോൾ മൺപാത്രത്തിന്റെ ഇത്തിരി വട്ടത്തിൽ ഒരു ഇരട്ടത്തലച്ച് കുടുംബം കുളിയോടുകുളി. അതൊരു തുടക്കമായിരുന്നു. കാക്കയും കുയിലും ഇരട്ടത്തലച്ചിയും മണ്ണാത്തിക്കിളിയും എന്നു വേണ്ട 10ലേറെ ഇനത്തിൽപ്പെട്ട കിളികളുടെ കുടിനീർ വിശ്രമ നീരാട്ട് സങ്കേതമായി മാറി ഈ ബാൽക്കണിയും മാവിൻ തണലും. കോൺക്രീറ്റ് കാട്ടിലെ ഒരേ ഒരു പച്ചത്തുരുത്തായിരുന്നിട്ട് പോലും തൊട്ടപ്പുറത്തെ ചേട്ടൻ പണം കൊടുത്തൊരുക്കിയ ലോണിലേക്കും ഇഷ്ടിക വിരിച്ച മുറ്റത്തേക്കും കരിയിലെയും പക്ഷിക്കാഷ്ടവും വീഴുന്നുവെന്ന കുറ്റം ചാർത്തി ഒട്ടുമാവിന്റെ വലിയൊരു കൊമ്പരിഞ്ഞു കളഞ്ഞത് കഴിഞ്ഞ കൊല്ലമായിരുന്നു. മനുഷ്യന്റെ എല്ലാ ക്രൂരതയും
നിശബ്ദം ക്ഷമിക്കുന്ന പ്രകൃതി. എന്നിട്ടും ശേഷിക്കുന്ന ചില്ലകളിൽ നിറയെ മാങ്കനി തന്ന് അനുഗ്രഹിച്ചു. പതിവ് പോലെ കിളികൾക്കുള്ള പങ്ക് നീക്കിവെച്ച് മാമ്പഴം പറിച്ചെടുക്കുമ്പോൾ അപ്പൂനൊരു സംശയം. അതും കൂടി പറിക്കാത്തതെന്താ അമ്മേ? മുഴുവനും നമ്മളെടുത്താ പിന്നെ കിളികൾ എന്ത് കഴിക്കുമെന്നോ മറ്റോ അന്ന് പറഞ്ഞത് ഞാൻ മറന്നുപോയെങ്കിലും അപ്പൂന്റെ കുഞ്ഞു മനസ്സിലത് മായാതെ കിടന്നു. ഇക്കൊല്ലവും മാവ് കായ്ച്ചു. തണലും തണ്ണീരും മാമ്പഴ മധുരവുമായി അപ്പൂന്റെ കിളിക്കൂട്ടുകാർ വേനലാഘോഷിക്കുകയാണ്. അവർക്കൊപ്പം അപ്പുവും. ആയുടെ വീട്ടിലെത്തിയ വിരുന്നുകാരിലൊരാൾ മാമ്പഴം മുഴുവൻ അണ്ണാനും കിളികളും തിന്നുപോവുകയാണല്ലോ, അപ്പൂനൊന്നും വേണ്ടേ എന്ന് അത്ഭുതം പൂണ്ടപ്പോൾ ഇത്തിരി വ്യസനത്തോടെയായിരുന്നു അപ്പൂന്റെ മറുപടി. മുഴുവനും നമ്മളെടുത്താ കിളിയും അണ്ണാനും ഒക്കെ പിന്നെ എന്തു തിന്നും? നിന്റെ മോൻ പറയുന്നത് കേട്ടോ, അവനിപ്പോഴേ വലിയ പ്രകൃതി സ്നേഹിയാണല്ലോ എന്ന് വിരുന്നുകാരിയുടെ പരിഹാസ ചുവയുള്ള കമന്റ് കേട്ടപ്പോ സഹജീവികളോടുള്ള അവന്റെ കനിവും കരുണയും ഒരിക്കലും വറ്റാതിരിക്കണേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. നാടോ നഗരമോ എവിടെയുമാകട്ടെ, കനിവിന്റെ ഒരു ചെറിയ മൺപാത്രം നമ്മൾ നിറച്ചു വെക്കുമ്പോൾ സംരക്ഷിക്കപ്പെടുന്നത് കുറെ കിളിജന്മങ്ങൾ മാത്രമല്ല, വരും തലമുറയിലേക്ക് പകരേണ്ട ചില മൂല്യങ്ങൾ കൂടിയാണ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ തീർച്ചയായും പകർന്നു കൊടുക്കേണ്ടുന്ന ചിലത്.